26 സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള ദിനം. ഇന്ത്യയുടെ മഹത്തായ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്ന ദിവസമാണ് 1950 ജനുവരി 26. ഓരോ വർഷവും റിപ്പബ്ലിക് ദിനമായി ആചരിക്കുന്ന ചരിത്ര ദിനം. 200 വർഷത്തോളമുള്ള വൈദേശിക ഭരണത്തിനൊടുവിൽ 1947 ഓഗസ്റ്റ് 15-നാണ് ഇന്ത്യ സ്വതന്ത്രമാകുന്നത്. എന്നാൽ അന്ന് നമുക്ക് സ്വന്തമായ ഒരു ഭരണഘടന ഉണ്ടായിരുന്നില്ല. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പരിഷ്കരിച്ചുകൊണ്ടാണ് അന്നു മുതൽ 1950 ജനുവരി 25 വരെ ഭരണം നടന്നത്. 1946 മാർച്ച് 24-ന് ഇന്ത്യ സന്ദർശിച്ച ക്യാബിനറ്റ് മിഷൻ നിർദ്ദേശപ്രകാരം 1946 സെപ്റ്റംബറിൽ ഇടക്കാല ഗവൺമെൻറ് അധികാരത്തിൽ വന്നു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനായിരുന്നു അതിൻ്റെ നേതൃത്വം. 1946 ഡിസംബർ 6-ന് ഇടക്കാല ഗവൺമെൻറ്റിൻ്റെ തീരുമാനപ്രകാരം ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് രൂപം കൊടുത്തു. പ്രസ്തുത സഭയിൽ ആകെ 389 അംഗങ്ങളുണ്ടായിരുന്നു. പ്രവിശ്യ അസംബ്ലിയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 292 അംഗങ്ങളും നാട്ടുരാജ്യങ്ങളിൽ നിന്ന് നോമിനേറ്റ് ചെയ്ത 97 അംഗങ്ങളുമായിരുന്നു അവർ. ഇന്ത്യ വിഭജനത്തിന് ശേഷം 292 അംഗങ്ങൾ തുടർന്നു. ഇതിൽ കേരളത്തിൽ നിന്നും മലയാളികളായ 14 പുരുഷന്മാരും 3 വനിതകളും ഉണ്ടായിരുന്നു. പട്ടം എ താണുപിള്ള, ആർ ശങ്കർ, പി എസ് നടരാജപിള്ള, കെ എ മുഹമ്മദ്, പി ടി ചാക്കോ, പനമ്പള്ളി ഗോവിന്ദമേനോൻ, കെ മാധവമേനോൻ, പി കുഞ്ഞിരാമൻ, കെ ടി എം അഹമ്മദ് ഇബ്രാഹിം, ബി പോക്കർ, എ കെ മേനോൻ, അബ്ദുൽ സത്താർ ഹാജി ഇസഹാഖ് സേഠ്, മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്, ഡോക്ടർ ജോൺ മത്തായി എന്നിവരെ കൂടാതെ ഭരണഘടനാ നിർമ്മാണ സഭയിലുണ്ടായിരുന്ന ആകെ 15 വനിതകളിൽ ആനി മസ്കരീൻ, അമ്മ സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ എന്നീ 3 മലയാളി വനിതകളും ഉണ്ടായിരുന്നു. 1946 ഡിസംബർ 3-ന് ഭരണഘടനയുടെ ലക്ഷ്യപ്രമേയം പൂർത്തിയാക്കി. 1946 ഡിസംബർ 9-ന് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ യോഗം ചേർന്നു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ താത്കാലിക അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു. 1946 ഡിസംബർ 11-ന് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് പ്രസ്തുത സഭയുടെ സ്ഥിരം അധ്യക്ഷനായി ചുമതലയേറ്റു. 42 ദിവസത്തെ ആലോചനകൾക്കും ചർച്ചകൾക്കും തിരുത്തലുകൾക്കും ശേഷം 1947 ജനുവരി 22-ന് ലക്ഷ്യപ്രമേയം അംഗീകരിക്കപ്പെട്ടു. 1947 ഓഗസ്റ്റ് 15-ന് ഇന്ത്യ സ്വതന്ത്രമായി. ഭരണഘടനയുടെ കരട് തയ്യാറാക്കുവാനായി 1947 ഓഗസ്റ്റ് 29-ന് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടു. കെ എം മുൻഷി, മുഹമ്മദ് സദുള്ള, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, ഗോപാലസ്വാമി അയ്യങ്കാർ, ബി എൽ മിത്തർ, ടി ടി കൃഷ്ണമാചാരി തുടങ്ങിയ 7 അംഗങ്ങൾ ഉൾപ്പെട്ട ഈ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഡോക്ടർ ബി ആർ അംബേദ്കർ ആയിരുന്നു. ഈ കമ്മിറ്റിയാണ് ഭരണഘടനയുടെ കരട് അന്തിമമായി തയ്യാറാക്കി ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ചത്. പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിച്ച ശേഷം 1948 ജനുവരിയിൽ കരട് പ്രസിദ്ധീകരിച്ചു. 2 വർഷവും 11 മാസവും 17 ദിവസവും നീണ്ടുനിന്ന ചർച്ചകളിലൂടെയാണ് ഭരണഘടന തയ്യാറാക്കിയത്. ഈ കാലയളവിനുള്ളിൽ 165 ദിവസമാണ് ഭരണഘടനാ നിർമ്മാണ സഭ ചേർന്നത്. ബാക്കി ദിവസങ്ങളിൽ മറ്റു വിവിധ സമിതികൾ യോഗങ്ങൾ ചേരുകയും നിരന്തരമായ ചർച്ചകളും സംവാദങ്ങളും നടത്തി ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി സ്വീകരിച്ചതിനു ശേഷമാണ് ഭരണഘടനയ്ക്ക് അന്തിമ രൂപം നൽകിയത്. ഭരണഘടന തയ്യാറാക്കിയപ്പോൾ ഇംഗ്ലീഷിലും ഹിന്ദിയിലും തയ്യാറാക്കപ്പെടുകയുണ്ടായി. ഇംഗ്ലീഷിലുള്ള അസൽ കയ്യെഴുത്ത് പ്രതി തയ്യാറാക്കിയത് പ്രേം ബിഹാരി നരേൻ റൈസാദും ഹിന്ദി കയ്യെഴുത്ത് പ്രതി തയ്യാറാക്കിയത് വസന്ത് കൃഷ്ണൻ വൈദ്യവുമാണ്. 1949 നവംബർ 26-ന് ഭരണഘടനാ നിർമ്മാണ സമിതി കൂടി അന്തിമ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകി. ഇതിൻ്റെ സ്മരണാർത്ഥം എല്ലാ വർഷവും നവംബർ 26 രാജ്യം ഭരണഘടനാ ദിനമായി ആചരിക്കുന്നു. സ്വാതന്ത്ര്യ സമരം നടക്കുന്ന സമയത്ത് 1929 ഡിസംബർ 31-ന് ലാഹോറിൽ ചേർന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം പൂർണ്ണ സ്വരാജ്യമാണ് നമുക്ക് വേണ്ടതെന്ന് പ്രഖ്യാപിക്കുകയും
1930 ജനുവരി 26 ആ പ്രഖ്യാപനം ഔദ്യോഗികമായി പുറത്തുവിടുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ ഓർമ്മ നിലനിർത്താൻ 1950 ജനുവരി 26 ഭരണഘടന ഔപചാരികമായി അംഗീകരിച്ചതായി പ്രഖ്യാപിച്ചു. അതോടെ ഭരണഘടനാ നിർമ്മാണ സഭ പിരിച്ചുവിട്ടു. ഇതേ ദിവസം തന്നെ ഭരണഘടനാ പ്രകാരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയുടെ പ്രഥമ രാഷ്ട്രപതിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു.